welcome back to our channel Kalakan Cousins. ഞങ്ങളൊരു യാത്രയായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ കിച്ചുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ ഒരു യാത്ര പോയി. എങ്ങോട്ടാന്നറിയോ? ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നിട്ട് ഇന്ന് ഇവന്റെ പിറന്നാളും കൂടി ആഘോഷിച്ചു. ആലപ്പുഴ പോയതിന്റെ ഒപ്പം ഞങ്ങൾ വേറെ 2 സ്ഥലത്തും കൂടി പോയി. അതും ഈ വീഡിയോയിലുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രാവിലെ 3 മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. 7:30 മണിക്ക് ആലപ്പുഴ ഹൗസ് ബോട്ടിലെത്തി. ലഗേജും ഫുഡുമായി ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറി. ഇതാണ് ഞങ്ങളുടെ ബോട്ട്. എല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കതേ അങ്ങോട്ട് പോവാട്ടോ. കണ്ടോ? ഞങ്ങളുടെ ബോട്ടിന്റെ പേര് ക്രൂയിസ് ലാൻഡ് എന്നാണ്. ഞങ്ങള് അവരുടെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാരും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അച്ഛാ, പ്രജീഷ് മാമ, ദിവ്യമ്മേ, അമ്മ, മിൻഷമ്മേ, ഇൻചാച്ച, എല്ലാരും ഇവിടെ ഇരുന്ന് കഴിക്കാണ്. എന്താ കഴിക്കാൻ? ഇഡ്ലി സാമ്പാർ. ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ലഞ്ചൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഫസ്റ്റ് റൂമാണിത്. ഫസ്റ്റ് റൂം, ടോയ്ലറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ കുട്ടീസിനൊക്കെ കാണാനില്ലല്ലോ. ഹലോ, ഇവിടെ കുറച്ച് പേരുണ്ട്. ആരൊക്കെയാണിത് നോക്കട്ടെ. ഇതേതൊരു റൂം. കിച്ചു അവശനായി ഉറങ്ങാണ്. ഇതാരാന്നറിയാലോ? അളകുന്നെന്താന്ന് അറിയാലേ? എന്നാലും ഒന്ന് പറഞ്ഞോളേ. നിന്നെ കാണില്ലടാ, ഇങ്ങോട്ട് നിൽക്ക്. ഇതേ ഞങ്ങളുടെ കൂടെ ഒരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട്. പേര് പറയൂ. ആ, ഇവിടെ നന്ദുവിന്റെ ആരാ പറ. മോനോ? മൂത്ത മകൻ. ആ, ശരി. അപ്പൊ നീ അടുത്ത ആളെ പോയിക്കാം. നെക്സ്റ്റ് നമുക്ക് 3ാമത്തെ റൂമിലേക്ക് പോവാം. ഇവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്. ഗായത്രി, അച്ചു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഒരു റൂം. അങ്ങനെ 3 റൂമാണ്. ഞങ്ങൾ 11:30 മണിക്കാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങൾ എല്ലാരും ബോട്ടിൽ കയറിയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേ ഒരു ഏട്ടൻ വന്നിട്ട് ഞങ്ങളോട് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് അതിന് 3 കൊള്ളി എടുത്തിട്ട് തിരിച്ചു വെച്ചാൽ മീൻ തിരിച്ച് അങ്ങോട്ട് പോണ പോലെ ആവണം. അങ്ങനെയല്ല, ഇതിങ്ങനെ ഇങ്ങനെ വെക്കണം. ഇതിനകത്ത് നിൽക്കാവുള്ളൂ. മനസ്സിലായോ? ഓക്കെ. 3 കൊള്ളി എടുക്കാവുള്ളൂ. 1 2. ഇതൊന്ന് കാണിക്കണം. ഇതിപ്പം നമ്മൾ കടയിൽ കയറി നമ്മൾ ഗ്ലാസ് വെച്ചപ്പോഴത്തേക്കും എല്ലാ ഗ്ലാസും അവർ കഴുകാടുത്ത്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തപ്പോൾ അതിൽ ഈച്ച വന്ന് വീണ്. ഇത് കണ്ട 2 കൊള്ളി എടുത്ത് നമ്മൾ എങ്ങോട്ടും ചേടുമ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള 2 കൊള്ളി എടുക്കാം. ഏത് സ്ഥലത്ത് കൊള്ളി എടുത്ത് നമ്മൾ ചേടുമ്പോൾ ഈച്ച ഇങ്ങനെ പുറത്ത് വരും. ഈ ഗ്ലാസ്സിൽ വരികയും ചെയ്യും. 2 കൊള്ളി എടുക്കാവും. ഓക്കെ. താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിൽക്കുന്ന ചേട്ടനാണ്. പേരെന്താ ചേട്ടാ? അനിയൻകുട്ടൻ. എത്ര വർഷമായി ഈ ബോട്ടില്? 13 വർഷമായി. ഇനി ഈ ബോട്ട് എത്ര ദൂരം പോകും? 40 കിലോമീറ്റർ പോകും. 5 മണി വരെ പോകും അല്ലേ? 5 മണി വരെ പോകും. 11 എവിടെ വീട്? ഇവിടുത്തെ അടുത്താണ്. കൈനീരില് പറഞ്ഞിട്ട് അവിടെ. ചേട്ടന്റെ പേരെന്താ? അതെ. എത്ര വർഷമായി ഇവിടെ? എത്ര വർഷമായി ഇപ്പൊ ഈ ബോട്ടില്? അതെ. ഇത് മുന്നേ വേറെ ബോട്ടിലുണ്ടായിരുന്നു. ഇത് അടുത്ത് തന്നെയാ വീട്? അതെ. കിച്ചുവിന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ മാളുട്ടിയോ? കുട്ടാപ്പു. അതിൻ്റെ ഉള്ളിൽ 2 ഉള്ളി, 1 മുട്ട.
താങ്ക് യു ചേച്ചീസ്. അപ്പൊ ദേ ഞങ്ങളുടെ ബോട്ട് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും ഇരുന്നു. ഇനി ഞങ്ങൾ ഇതേ ബോട്ടിൽ പോകാൻ പോവാണ്. ഈ മാമ ഡ്രൈവർ മാമ ഞങ്ങൾ എല്ലാവരും കൂടി പോവാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് യാത്ര കാണാം. പഠിച്ചവനെ നിങ്ങള് കാത്തോളി. എവിടെ എന്റെ കുട്ടി? അടിപൊളി സോങ് ഒക്കെ വെച്ച് ഞങ്ങൾ അടിച്ചു പൊളിച്ച് പോവാണ്. വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു ഇത്. ഇത്രയും യാത്ര പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. പോകുന്ന വഴി ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. ഞങ്ങള് കുട്ടികളെല്ലാരും ഡാൻസ് കളിച്ചിട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് പോണത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് അടിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടി ബോട്ട് ഒരു തുരുത്തിൽ നിർത്തിയിട്ടു. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു. ഫുഡ് ഐറ്റംസ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പൊ ഞങ്ങളുടെ ലഞ്ച് എത്തിയിട്ടുണ്ട്. കരിമീൻ, പയറുപ്പേരി, സലാഡ്, പിന്നെ പപ്പടം, ചോറ്, താറാവ്, പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി 5 മണി വരെയാണ് സമയം. ഇനി അതുവരെ ഞങ്ങള് ഈ കായലിലൂടെ ബോട്ട് നടത്തിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു ഭാഗത്ത് ബോട്ട് സൈഡാക്കിടും. വൈകുന്നേരം 5:30 ബോട്ട് നിർത്തിടാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. ഇപ്പൊ സമയം 7 മണിയായി. കിച്ചുവിന്റെ ബർത്ത്ഡേ കേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ കിച്ചുവിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് വന്നിരിക്കണെന്ന്. ഞങ്ങൾ എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി. ഇനി ഞങ്ങൾ കേക്ക് മുറിക്കാൻ റെഡി ആയി നിൽക്കുക. കിച്ചുവിന്റെ ബർത്ത്ഡേ കേക്ക് ഞങ്ങൾ ബോട്ട് ബുക്ക് ചെയ്തപ്പോ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഇതാണ് കേട്ടോ കിച്ചുവിന്റെ ബർത്ത്ഡേ കേക്ക്. നമുക്ക് കട്ട് ചെയ്താലോ? To
മതി 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 അവര് കൊടുക്കാതെ അവള് കഴിക്കുക. ഫ്രണ്ട്സ്, അപ്പൊ കിച്ചുവിന്റെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ അടിപൊളി ആയി ആഘോഷിച്ചു. അപ്പൊ ഞങ്ങള് ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കടക്കാൻ പോവാണ്. അടിപൊളിയായിരുന്നു ഈ ഒരു യാത്ര. ഇനി നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യും. 1 മണിക്കൂറും കൂടി ഞങ്ങള് ഈ കായലൊന്ന് ചുറ്റി കാണും. ഡ്രൈവർ ബൈ ബൈ. രാവിലെ നല്ലൊരു അനുഭവമായിരുന്നു ബോട്ടിൽ കിടന്നുറങ്ങിയത്. ഇപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റും ബോട്ടിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ഇനി ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ഇനി ഒരു 9-9:30 ആകുമ്പോ ഞങ്ങളുടെ ബോട്ട് വീണ്ടും നിർത്തിയിടും. എന്നിട്ട് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ലഗേജ് ഒക്കെ എടുത്ത് ഇറങ്ങും. എൻ്റെ പിറന്നാൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ആഘോഷിക്കുന്നത്. പ്രജീഷ് മാമ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായ ഒരു ഷർട്ടായിരുന്നു, തൊപ്പിയുള്ള ഷർട്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ അതെ ഞങ്ങൾ രാവിലെ ആയിട്ട് 1 മണിക്കൂർ ഒന്ന് ബോട്ടിൽ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങൾ കാറിൻ്റെ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുവാണ്. അപ്പം ഇനി ഞങ്ങൾ അടുത്തത് ആലപ്പുഴ ബീച്ചിലേക്ക് പോവുകയാണ്. ആലപ്പുഴ ബീച്ച് ഞങ്ങൾ കാണാൻ പോവാണ്. ബീച്ചിലെത്തിയിട്ട് ഒരു യുദ്ധക്കപ്പൽ കണ്ടു. അത് യുദ്ധം ചെയ്തിട്ട് ഡീകമ്മീഷൻ ചെയ്തിരിക്കണോ, നമുക്കൊന്ന് കാണാം. ഗോവ ഷിപ്പ് യാർഡിൽ ഇസ്രയേലിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ച 25 മീറ്റർ നീളമുള്ള അതിവേഗ യുദ്ധക്കപ്പലാണ് ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്ക് ഗ്രാഫ്റ്റ് INFSC 381. 1999 ജൂൺ 5 ഗോവയിലാണ് INFSC 81 കമ്മീഷൻ ചെയ്തത്. ഞങ്ങള് കുട്ടികൾ ബീച്ചിലൊക്കെ കുറച്ചു നേരം കളിച്ചു. ഇനി ഞങ്ങൾ ലുലു മാളിക്ക് പോവാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിത് ലുലു മാളിൽ കയറിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു റൈഡിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവരും മുന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. 2 റൗണ്ട് ഉണ്ടായിരുന്നു മാത്രം. ലുലു മാളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ സമയം 5:30-6 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ഇത്രയും ട്രിപ്പ് പോയാല് വെറൈറ്റി ആയ ട്രിപ്പായിരുന്നു ഇത്. ഞങ്ങൾ സാധാരണ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേഗം അടുത്ത സ്ഥലത്തേക്ക് എത്താനുള്ള കാര്യങ്ങൾ നോക്കി വേഗം അങ്ങനെയൊക്കെ. ഇതൊരു റിലാക്സേഷൻ ഉള്ള ഒരു ട്രിപ്പായിരുന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ആലപ്പുഴ ബോട്ടിലെത്തി. പിന്നെ നമ്മൾ ഫുള്ള് റെസ്റ്റ് എടുക്കലും ഡാൻസും എൻജോയ്മെൻ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ രാവിലെ 9 മണിക്ക് ഇതായി പതുക്കെ തന്നെ പോന്നു. പിന്നെ ലുലുവിൽ കയറി അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ അങ്ങനെ പോയിരുന്നു. അപ്പോൾ റിലാക്സേഷനിൽ കുറച്ച് ഇതുള്ള ട്രിപ്പായി. ഈ വീഡിയോന്റെ കൂടെ വേറൊരു വീഡിയോ കൂടി ഉണ്ട് പറഞ്ഞില്ലേ, അത് കിച്ചുവിന്റെ പിറന്നാൾ ആഘോഷമാണ്. ബോട്ടിൽ വെച്ച കിച്ചുവിന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ ആഘോഷിച്ചത്. എല്ലാരെയും വിളിച്ചു, സദ്യ വെച്ചു, പായസം ഉണ്ടാക്കി, കേക്ക് മുറിച്ചു. കിച്ചുവിന്റെ പിറന്നാൾ ഞങ്ങൾ അടിപൊളിയാക്കി. നിങ്ങളെല്ലാരും വീഡിയോ കണ്ടില്ലേ? ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.